നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ബൊറൂസിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ ഈ ഒരു ജർമ്മൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ വിനീഷ്യസ് ജൂനിയർ, കാർവഹൽ എന്നിവർ നേടിയ ഗോളുകളാണ് റയലിന് വിജയവും അതുവഴി കിരീടവും സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യ പകുതിയിൽ റയലിനെ വിറപ്പിക്കാൻ ഈ ഒരു ജർമ്മൻ ക്ലബിന് കഴിഞ്ഞിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ പതിവ് പോലെ റയൽ മാഡ്രിഡ് അടിച്ചു കയറി വരികയായിരുന്നു. രണ്ടാം പകുതിയിൽ വിനീഷ്യസ് ജൂനിയർ നടത്തിയ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എതിർ പ്രതിരോധ നിരക്ക് അദ്ദേഹം വലിയ തലവേദന സൃഷ്ടിച്ചു. റയൽ മാഡ്രിഡിന്റെ കിരീടം ഉറപ്പിച്ച രണ്ടാമത്തെ ഗോൾ നേടിയത് അദ്ദേഹമാണ്. ബെല്ലിംഗ്ഹാം ഒരുക്കിയ അവസരം അത് യാതൊരുവിധ പിഴവുകളും കൂടാതെ വിനീഷ്യസ് ജൂനിയർ ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഈ സീസണിൽ താരം നേടുന്ന 24ാമത്തെ ഗോളായിരുന്നു അത്. 2022 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ലിവർപൂളിനെതിരെ ഗോൾ നേടിയ താരമാണ് വിനീഷ്യസ് ജൂനിയർ. ഇപ്പോൾ ഈ ഒരു ഫൈനലിലും ഗോൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2 UCL ഫൈനലുകളിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ മെസ്സിയിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 8 ഡ്രിബിളുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ വിനി പൂർത്തിയാക്കിയത്. മെസ്സിക്ക് ശേഷം ആദ്യമായാണ് ഒരു താരം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇത്രയധികം ഡ്രിബിളുകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. വിനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ സീസൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. കോപ്പ അമേരിക്ക കിരീടം ബ്രസീലിനോടൊപ്പം നേടാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ബാലൻഡിയോർ പുരസ്കാരം ഉറപ്പിക്കാൻ കഴിയും. വിനീഷ്യസ് ജൂനിയർ ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം അർഹിക്കുന്നു എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വിനീഷ്യസ് ജൂനിയർ ബ്രസീലിലേക്ക് ബാലൻഡിയോർ പുരസ്കാരം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരുള്ളത്. 2007 അവസാനമായി കക്കയാണ് ഇപ്പോൾ ബ്രസീലിലേക്ക് ബാലൻഡിയോർ പുരസ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. 2009 മുതൽ ബാലൻഡിയോർ പങ്കിടുന്നതിൽ വ്യത്യസ്തമായ ഒരു കണക്ക് കൂടി ഇവിടെയുണ്ട്. ഒന്നുകിൽ ലയണൽ മെസ്സി നേടും, അല്ലെങ്കിൽ ഒരു റയൽ മാഡ്രിഡ് താരം നേടും. അത് വിനീഷ്യസ് ജൂനിയറിലൂടെ ഇത്തവണയും ആവർത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അത് വിനീഷ്യസ് ജൂനിയർക്ക് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.